ഇതാണ് സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ. ഇതെന്താണ് സ്ക്രിപ്റ്റിലില്ലാത്ത പുതിയൊരു സീൻ? ഓൻ കൈന്നിട്ടതായിരിക്കും. കിരണേ പൊളിയൂ. വെയിറ്റ് ചെയ്യ്. ശംഭു മഹാദേവൻ വെറുതെ ഒന്നും ചെയ്യില്ല. സിറ്റുവേഷൻ ഓക്കെയാന്ന് കയറി ചെന്ന് പറഞ്ഞാലാ? തിരക്കാക്കല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ പരിസരമൊന്ന് ശ്രദ്ധിക്കണം. കൊളായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോവും. പിന്നെ സൊസൈറ്റി പവിത്രനില്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിൻ്റെ അകത്ത് പോയിട്ട് എന്തെല്ലാം നടക്കും നോക്കിയിട്ട് വാ. ഞാനാ? നീ എന്നെ പിന്നാലെ പോ. ഇല്ല എനിക്ക് തോന്നിയാന്ന്. ഇല്ല ചന്ദ്രേട്ടാ ഓടിക്കോ ഓടിക്കോ. എന്തിനാ? എന്തായി? നമ്മളെ പിള്ളേരകത്തുണ്ട്. അതെയാ? അപ്പൊ നകലേ എനക്കങ്ങനെ അറിയില്ല. ഒരു ഹോർലിക്സ് നോട്ടടാ. അല്ല ദേവി എന്തിനു വീഴ്ത്തേക്കൊന്നിനി? ആ കടയിലെ പുളിച്ച പഴംപൊരിയാണ് ഓരുടെ ഫേവറേറ്റ്. എന്തായാലും ഒക്കെ ഭയങ്കര സ്നേഹം കേട്ടാ. എന്തേ? അല്ല എനിക്ക് ഹോർലിക്സ് വാങ്ങിക്കുന്നുണ്ട്. ഹോർലിക്സ് എനക്കല്ല, കറക്കുന്ന മുഴുവൻ പാലിൽ ഒരു ഹോർലിക്സ് വിലക്കാ കുടിക്കല്. ഞാൻ വെള്ളം ചേർത്തിട്ട് സൊസൈറ്റി കൊടുക്കും. അവരും കുടിക്കട്ടല്ല, അവർക്കും കുടിക്കാനില്ലേ? അല്ല വെള്ളം കൂട്ടി റീഡിങ് വരൂലേ? ഞാനല്ലേ അതിന് റീഡിങ് അളക്കല്. നമ്മളിതിലില്ല. ഗാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഏമ്പക്കം കണ്ട നാച്ചുറൽ ആക്ടിങ്. ഇത്രയും വാരി വലിച്ചു പിടിഞ്ഞ ആർക്കാണേലും ഏമ്പക്കം വരും, സ്വാഭാവികം. അതിന് തന്നെയാണ് നാച്ചുറൽ ആക്ടിങ് പറയുന്നത്. 48. തിരിക്കട്ടെ. കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെ, പക്ഷേ ഒന്നും ചോദിച്ചില്ല. എന്തു ചോദിക്കാൻ? ആരാ എന്താന്നൊക്കെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. എന്നാന്ന്? എന്താ? അല്ല എനിക്ക് ഓനെ അത്ര പരിചയമൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ? എന്നാന്ന്? ആരാര്യങ്ങളീ പറയുന്നത്? പേര് ഓന്റെ പേര് ശബരീഷ്. അല്ല അയ്യോ ബ്രിജേഷ്. ആ ഈ കാവുംചോലയിലെ. അയ്യോ അതൊന്നുമല്ല. ആ കിട്ടി കിട്ടി, മുകേഷ്. മുകേഷ് അല്ല അപ്പൊ അത് നിങ്ങളുടെ ആരും അല്ലേ? ആരുമല്ലേ? വരുന്നു. ഈ നാട്ടിൽ വന്നിട്ട് എല്ലാം കൊള്ളായില്ലേ? അൺപ്രഡിക്റ്റബിൾ ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും തീരുമാനമായല്ലോ. എന്നാലും എന്റെ ശംഭു ആടെ എന്താ കൂട്ടത്തല്ല. പ്ലാനല്ല പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആടെ അടിയിടുന്നത്? ടെൻഷൻ ആവണ്ട. ചന്ദ്രേട്ട അച്ഛനെ കാണാൻ പോയിട്ടുണ്ടല്ലോ. വരട്ടെ. ഇന്നില്ലേ ഹോട്ടലിൽ അടി നടന്നിന്, അതുകൊണ്ടാ കാണാൻ പറ്റാൻ. ഞാൻ ഓനവിടെ ചൊറയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ എന്തോ പ്രീ വെഡിങ് ഷൂട്ട് നടത്തണോലോ, അതും നാളെ തന്നെ. പ്രീ വെഡിങ്ങാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓൻ ആരാ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, നിങ്ങപ്പോ എന്തെങ്കിലും പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഇത് അച്ഛനറിയും. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാശി കൂടി ഇന്ന് തന്നെ കല്യാണം കഴിപ്പിക്കില്ലേ? അതുകൊണ്ട് ഞാനതിന് നിന്നു കൊടുക്കണമെന്നാ നിങ്ങൾ പറയുന്ന? എന്നല്ല, പിന്നെ നിന്നു കൊടുക്ക. ഫോട്ടോ എടുക്കട്ടെ, പക്ഷെ ഒറ്റൊരെണ്ണം പോലും പുറത്തു വരൂല. അത് ഞാൻ നോക്കിക്കോളാം, അല്ലേ?
എന്തായി ചന്ദ്രേട്ടാ? ഒന്നും നടക്കൂലടോ. ഏ? അയാൾ കല്യാണം നേരത്തെ ആക്കുന്ന പറഞ്ഞേ. ഒരു 2 മാസത്തിലുണ്ടാവും. പവിയേട്ടാ ഇനിയിപ്പോ അല്ല, നിങ്ങൾ പേടിക്കണ്ട. നമ്മ എന്താണെന്നൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വിളിക്കാം. നിങ്ങളെ വിശ്വസിച്ചിട്ടാന്നേ. നമ്മ ഇത് മുടക്കും, അതെൻ്റെ വാക്കാണ്. അല്ല, നീ എങ്ങനെ കല്യാണം മുടക്കുന്ന ഉറപ്പ് കൊടുത്തേ? നിങ്ങളെ കണ്ടിട്ട് പവി, എൻ്റെ കയ്യിൽ കൊനഷ്ടൊന്നുമില്ല. നിങ്ങളാകുമ്പോൾ എന്തെങ്കിലും കിട്ടും, ആലോചിക്കുക. അല്ല, അയാൾ എന്തിനാ കല്യാണം നേരത്തെ നടത്തുന്നത്? അയാൾ ആരെല്ലാം വിളിച്ചിട്ട് മുടക്കാൻ നോക്കുന്നുണ്ടല്ലോ. ഞാനുണ്ടായാലും അതിന് 3-4 കോള്. വേറെ ആരായി കല്യാണം മുടക്കാൻ നോക്കുന്നത്? മിസ്റ്റർ രവി, ഒരു പെൺകുട്ടിയുടെ ഭാവിനെ ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, പ്ലീസ്. ആ പറയും. കേൾക്കാന്ന് പറഞ്ഞു. മിസ്റ്റർ രവി, ബിബീഷ് ബാലൻ എന്ന നീചനും സ്ത്രീലമ്പടനും അക്രമകാരിയും സർവോപരി മയക്കുമരുന്നിന് അടിമയുമായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. നീലച്ചടയനടിച്ച് നീലാകാശത്ത് പാറി നീലചിത്രങ്ങൾ കണ്ട് നിലാവിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു നികൃഷ്ട ജീവിക്ക് താൻ താലോലിച്ച് വളർത്തിയ സ്വന്തം മകളെ കൈപിടിച്ചേൽപ്പിക്കാൻ മാത്രം ക്രൂരനാണോ രവീന്ദ്ര ഹോട്ടൽ മുതലാളി മിസ്റ്റർ രവീന്ദ്ര തൈക്കാട്ടിൽ? എന്തോ ഊഞ്ഞ ഡയലോഗാന്നറ. അല്ല, ഈ കല്യാണം മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ലാഭം? ലാഭം നിങ്ങൾ ഞെട്ടിപ്പൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ആ പറയ്, ഞാൻ ഞെട്ടട്ടെ. മംഗലാപുരം കേന്ദ്രീകരിച്ച് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്സ് മാഫിയയിലെ അംഗമാണ് ഈ പറഞ്ഞ ബിബീഷ് ബാലൻ. മംഗലാപുരം നോർത്ത് സ്റ്റേഷനിലെ കുന്നുകൂടി കിടക്കുന്ന അനേകം കേസുകളിൽ ഈ ബിബീഷ് ബാലന് പങ്കുണ്ട്. ആഹാ. ആ കഴിഞ്ഞ അടുത്തത് വയ്ക്കല്ലേ ഒരു മിനിറ്റ്. അയ്യോ, മനെ, നിങ്ങൾ വളരെ വലിയൊരു മനുഷ്യനാണ്. നിങ്ങളുടെ പ്രായവും പക്വതയൊന്നും എനിക്കില്ല. എല്ലാരെയും പോലെ തന്നെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാൻ ബിബീഷ് ബാലൻ എന്ന യുവാവ് കടന്നു വന്നു. അയാൾ എന്നോട് നിർത്ത്. ഈ പടം ഞാനും കണ്ടിന്യൂ. നിങ്ങളിപ്പോ എവിടെന്നാ വിളിക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. ഞാൻ ഇവിടെ ആളല്ല. എന്റെ വീടങ്ങ് തിരുവനന്തപുരത്താണ്. മംഗലാപുരം പഠിക്കുമ്പോൾ അറിയാന്നല്ലാണ്ട്. അപ്പൊ നിങ്ങ കണ്ണൂരല്ല? ഏടുന്ന് ഞാൻ ജനിച്ചതും വളർന്ന് ഇപ്പൊ നിൽക്കുന്നത് എല്ലാം തിരുവനന്തപുരത്താണ്. ഇതുവരെ ഞാൻ കണ്ണൂർ പോയിട്ട് പോലുമില്ല. മുത്തപ്പനാണ് സത്യം. ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ഓ ശരി. ശരി.